ഓണത്തിൻ്റെ തിരക്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം റെസിപ്പി മാമ്പഴ പായസമാണ്. ഞാനിവിടെ മാങ്ങ എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് സീസണൽ ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കരിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ മാംഗോ ഫ്ലേവർ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ പൾപ്പായാലും എടുക്കാം കേട്ടോ. പശുവമ്പാലിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം. ഞാനിതിൽ ഈ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, പകരം മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ പാലിൻ്റെ ഫ്ലേവർ നന്നായി എടുത്ത് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഒഴിവാക്കിയിട്ട് പഞ്ചസാര ആയാലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പാൽ അത്യാവശ്യം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തടിത്തവി തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മുടെ ഈ ഉരുളിയിലൊന്നും സ്ക്രാച്ച് വീഴാതെ ഇരിക്കും. പായസം തിളച്ച് കുറുകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. പലർക്കും പല അളവായിരിക്കും. ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ആ ഒരു ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ച ചവ്വരിയാണ്. ഇത് ചെറിയ ടൈപ്പ് ബോളായതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നാറ് കുറച്ചും കൂടെ വലിപ്പം കുറവുള്ള ചവ്വരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചവ്വരി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സേമിയ വേവിച്ചതായാലും ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനി ചവ്വരി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചവ്വരി നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ട പിടിക്കുന്ന കാരണം പാലിലിട്ട് കഴിഞ്ഞാൽ മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചവ്വരി ചേർക്കുന്നതിന് മുമ്പ് ഈ പാലിൻ്റെ കുറച്ച് ചവ്വരിയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മിക്സായി കിട്ടും കേട്ടോ. പാലിൽ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ടും അതുപോലെ ചവ്വരിയും ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട തിക്നെസ്സിൽ നമുക്ക് വേഗം തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം തിക്നെസ് ആയതിന് ശേഷം 2 മാങ്ങയുടെ പൾപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാംഗോ പൾപ്പ് വാങ്ങിയതാണ് ചേർക്കുന്നതെങ്കിൽ 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയുടെ ഫ്ലേവർ എത്രയ്ക്ക് വേണമെന്നാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതും മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതും മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ചേർത്ത കാരണം മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ ടെക്സ്ചറും അത്യാവശ്യം തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവുന്നതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നെയ്യിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സ് ചെറുതായി കട്ട് ചെയ്തതാണ് റോസ്റ്റ് ചെയ്തിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി വണ്ടിപ്പരിപ്പ് ഇടാം, അല്ലെങ്കിൽ ആൽമണ്ട്സ് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആൽമണ്ട്സ് ആയതുകൊണ്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമലായിട്ട് നമ്മൾ പായസത്തിൽ ചെയ്യുന്ന മാതിരി അണ്ടിപ്പരിപ്പ് മുന്തിരി ആയാലും നെയ്യിൽ വറുത്തിടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആൽമണ്ട്സൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാംഗോ പൾപ്പായിട്ടല്ലേ ചേർത്ത്, അപ്പോൾ പായസത്തിൽ ഇടയ്ക്കൊന്ന് മാങ്ങ കടിക്കാൻ കിട്ടുന്നത് ഒരു രസമല്ലേ. അപ്പോൾ 1 കപ്പോളം മാങ്ങ ചെറിയ ക്യൂബായി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ പായസം റെഡി ആയില്ലേ. ഏത് ഫ്രൂട്ട് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാലിലാണ് ഇത് ചെയ്യുന്നത്, പിരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഓണത്തിന്
എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വേറൊരു പായസം കൂടിയാണിത്. നമ്മൾ ഇതിനു മുമ്പും ചെയ്തത് ഫ്രൂട്ട് പായസമാണ്. അത് ഒരുപാട് ഫ്രൂട്ട്സ് ചേർത്തിട്ട് തേങ്ങാപ്പാലിലാണ് ചെയ്തത്. അതിലും എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ.